ഇന്ത്യയിൽ ആദ്യമായി നിയമാനുസൃത വ്യക്തിഗത പദവി ലഭിച്ച നദികളാണ് ഗംഗ, യമുന. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ് പ്രഖ്യാപിച്ചത്. ഈ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഭരണഘടനാപരമായി ഇന്ത്യയിലെ ഒരു പൗരന് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും ഈ നദികൾക്ക് ലഭിക്കും. ഇന്ത്യയിൽ വ്യക്തിഗത പദവി ലഭിച്ച മൂന്നാമത്തെ നദിയാണ് നർമ്മദ. മധ്യപ്രദേശ് സർക്കാരാണ് പ്രഖ്യാപിച്ചത്. ലോകത്തിലാദ്യമായി വ്യക്തിഗത പദവി ലഭിച്ച നദിയാണ് വാൻഗാനോയി നദി, ന്യൂസിലൻഡ്. നദികൾക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം ധോല സാദിയ പാലമാണ്, അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക പാലം എന്നും പറയുന്നുണ്ട്. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകെയാണ് ധോല സാദിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലമാണ് ധോല സാദിയ പാലം, അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക പാലം. അസമിലാണ് ഈ പറഞ്ഞ ധോല സാദിയ പാലം അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്നത്. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി സേതു. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി സേതു. അത് ഗംഗാ നദിയിലാണ് മഹാത്മാഗാന്ധി സേതു സ്ഥിതി ചെയ്യുന്നത്. പാട്നയിലാണ്. ഉപദ്വീപിയൻ നദികൾ. നെക്സ്റ്റ്, ഉപദ്വീപിയൻ നദികൾ. പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദികൾ. ഇതിൽ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ കിഴക്കോട്ടും നർമ്മദ, താപ്തി എന്നീ നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നർമ്മദ, താപ്തി നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. ബാക്കി മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. ഉപദ്വീപിയൻ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. ഉപദ്വീപിയൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് നർമ്മദ, താപ്തി. പിന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ട്, സബർമതി. അപ്പോൾ നർമ്മദ, താപ്തി, സബർമതി എന്നിവ ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ്. നർമ്മദ, താപ്തി എന്നീ നദികളുടെ പതനസ്ഥലം ഏതാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് നർമ്മദ, താപ്തി എന്നീ നദികൾ. അപ്പോൾ പതനസ്ഥലം അറബിക്കടലിലായിരിക്കും. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളെല്ലാം അറബിക്കടലിലാണ് പതിക്കുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ് ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലിയ നദി. കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഗോദാവരി. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. ഗോദാവരി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? പെൻഗംഗ, ഇന്ദ്രാവതി, വർധ, പൂർണ എന്നിവയാണ് ഗോദാവരി നദിയിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത്. പെൻഗംഗ ഒഴുകുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഉപദ്വീപിയൻ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ഏതിനാണ്? കൃഷ്ണ നദിക്കാണ്. 1400 കിലോമീറ്ററാണ് കൃഷ്ണ നദിയുടെ വലിപ്പം എന്ന് പറയുന്നത്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണ. അൽമാട്ടി ഡാം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദിയാണ് കാവേരി. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി ഏതെന്ന് ചോദിച്ചാൽ അത് കാവേരിയാണ്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഗ്രാൻഡ് അണക്കെട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരിയാണ്. ആ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ്. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം പദ്ധതി. കർണാടകയിലാണ് ശിവസമുദ്രം പദ്ധതി. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നീ നദികളുടെ പതനസ്ഥലം ബംഗാൾ ഉൾക്കടലിലാണ്. നമ്മൾ പറഞ്ഞിരുന്നു കിഴക്കോട്ടൊഴുകുന്ന നദികളെല്ലാം ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവ കിഴക്കോട്ടൊഴുകുന്ന നദികളായതുകൊണ്ട് അത് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. ഷിയോനാഥ് നദിക്ക് ഒരു പ്രധാന പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഷിയോനാഥ്. അപ്പോൾ മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ് നദി. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയും ഷിയോനാഥാണ്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലവണവാരി എന്നറിയപ്പെടുന്ന ലൂണി നദി. അപ്പോൾ ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. ഉപദ്വീപിയൻ നദികളിൽ നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ടകാണ്. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. അപ്പോൾ ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നവയിൽ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് നർമ്മദ നദിയാണ്. സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത്. ഫ്രംഷ് താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി.
ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായി വിഭജിക്കുന്ന നദിയാണ് നർമ്മദാ നദി. പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദാ നദി. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദിയാണ് നർമ്മദാ നദി. കേന്ദ്ര സർക്കാർ ആരംഭിച്ച നർമ്മദാ നദി സംരക്ഷണ പദ്ധതിയാണ് നർമ്മദാ സേവാ മിഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ഏതെന്ന് ചോദിച്ചാൽ അത് ലൂണിയാണ്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയും അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയും ലൂണി നദിയാണ്. ലൂണി നദി മരുഭൂമിയിലൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയും ലൂണി നദിയായിരിക്കും. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കിടക്കുന്ന ഇന്ത്യൻ നദിയാണ് മാഹിം. മഹാരാഷ്ട്രയിലാണ് മാഹിം നദി. സമുദ്രത്തിൻ്റെ ഒരു ഭാഗം കരയ്ക്കുള്ളിലേക്ക് കയറിക്കിടക്കുന്നതിന് പറയുന്ന പേരാണ് ഉൾക്കടൽ. നദിയും കടലും കൂടിച്ചേരുന്ന ഭാഗമാണ് അഴിമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ ഡാം. നർമ്മദാ നദിയിലാണ് സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലാണ്. നിർമ്മാണത്തിന് ഉപയോഗിച്ച കോൺക്രീറ്റിൻ്റെ വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം സർദാർ സരോവർ ഡാം എന്ന് പ്രഖ്യാപിച്ചത്. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അത് എന്നായിരുന്നു? 2017 സെപ്റ്റംബർ 17 സർദാർ സരോവർ ഡാം ഉദ്ഘാടനം ചെയ്തത്. സർദാർ സരോവർ അണക്കെട്ടിൻ്റെ തറക്കല്ലിട്ടത് നെഹ്റുവാണ്, ജവഹർലാൽ നെഹ്റുവാണ്. 1961 സർദാർ സരോവർ അണക്കെട്ടിൻ്റെ തറക്കല്ലിട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കോൺക്രീറ്റ് ഡാമാണ് സർദാർ സരോവർ ഡാം. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? ആദ്യത്തേത് ഗ്രാൻഡ് കുളി ഡാമാണ്, USA-യിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കോൺക്രീറ്റ് ഡാം സർദാർ സരോവർ ഡാം ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ കോൺക്രീറ്റ് ഡാമാണ് ഗ്രാൻഡ് കുളി ഡാം, USA-യിലാണ് ഗ്രാൻഡ് കുളി ഡാം. ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാമാണ് ഗ്രാൻഡ് കുളി ഡാം. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ. നർമ്മദാ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്കറാണ്. നർമ്മദാ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്കറാണ്. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് ഈ നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്.